മോഹൻ വർഗീസ് ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ നമ്മളൊരു ദേശീയ തലത്തിലൊരു കണക്ക് നമുക്ക് ലഭ്യമായതാണ്. ഇതിൻ്റെ ആധികാരികത സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. BJP-യുടെ കണക്കൂട്ടലാണ് എന്നാണ് പറയുന്നത്. കാരണം ഏറ്റവും വേഴ്സ്റ്റ് കേസായാൽ 253 BJP താഴും. 283 നിലയിലേക്കാകും BJP-യുടെ സീറ്റെണ്ണം. അപ്പോഴും 272 മുകളിലാണ്. ബെസ്റ്റ് കേസിൽ, അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള യാതൊരു വികാരവും BJP-ക്കെതിരെ ഉണ്ടാകുന്നില്ല എങ്കിൽ 356 പ്രവചനം. ഇന്നത്തെ നമ്മൾ ഈ ചർച്ച നടത്തുന്നതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല സാർ. അതായത് 9-ാം തീയതി സത്യപ്രതിജ്ഞ ചടങ്ങ് പോലും നിശ്ചയിച്ചിരിക്കുകയാണ് NDA ക്യാമ്പ് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ച് ഈ സത്യപ്രതിജ്ഞ നടത്താനുള്ള തീരുമാനം അവർ എടുത്തിരിക്കുന്നു. ഈ ക്യാബിനറ്റ് മന്ത്രിമാരൊക്കെ പിന്നീട് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ ആത്മവിശ്വാസത്തിന് NDA ക്യാമ്പിൽ ഒട്ടും കുറവില്ല എന്ന വിവരമാണ് സാർ പുറത്തു വരുന്നത്. എല്ലാ സൂചനകളും അനുസരിച്ച് ഭാരതീയ ജനതാ പാർട്ടി മുന്നിലാണ് എന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും ആത്മവിശ്വാസം. അതുകൊണ്ട് ഏതാണ്ട് ഭരണത്തിലേക്ക് എത്തുന്നു എന്ന നിശ്ചയദാർഢ്യം അവസാന റൗണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് ഭാരതീയ ജനതാ പാർട്ടി കാട്ടുന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രൊജക്ട് ചെയ്യുന്ന BJP-യുടെ ഭാഗത്തു നിന്ന് തന്നെ പ്രൊജക്ട് ചെയ്യുന്ന റേഞ്ച് നോക്കൂ. 288 മുതൽ 350 വരെ ആ ഒരു 60 സീറ്റിന്റെ റേഞ്ചിലാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി സ്വയം പ്രൊജക്ട് ചെയ്യുന്നത്. അത് 370 എന്ന് ആദ്യം പ്രൊജക്ട് ചെയ്തതിനേക്കാൾ താഴെ തന്നെയാണ്. അതുകൊണ്ട് കുറച്ചെങ്കിലും യാഥാർത്ഥ്യബോധത്തോടുകൂടി പാർട്ടി ചിന്തിക്കുന്നു എന്നത് വളരെ ശുഭോദർക്കമായ കാര്യമാണ്. പക്ഷെ ഈ നമ്പറിലേക്ക് എത്തി നിൽക്കണമെങ്കിൽ മറ്റ് അനേക കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. കാരണം സ്വാഭാവികമായി ഇന്ത്യ ആകെ ഉണ്ടാകുന്ന BJP ഗവൺമെന്റുകൾ, സംസ്ഥാന തലത്തിലുള്ള BJP ഗവൺമെന്റുകൾക്കെതിരെ ഉണ്ടാകുന്ന സ്വാഭാവികമായ ആന്റി ഇൻകംബൻസി അതുകൂടി ഭാഗികമായിട്ടെങ്കിലും ഉണ്ടാക്കണം. ഇത് ദേശീയ തെരഞ്ഞെടുപ്പാണ്, സമ്മതിക്കുന്നു. ഇത് നരേന്ദ്രമോദിയുടെ ഒരു വിലയിരുത്തലാണ്. 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ, BJP സർക്കാരിന്റെ, അതായത് NDA സർക്കാരിന്റെ വിലയിരുത്തൽ കൂടിയാണ്. ആ വിലയിരുത്തൽ എന്ന രീതിയിലാണ് ആദ്യം പ്രചരണം മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് 2047 ഭാരതത്തെ വികസിത രാജ്യമാക്കുന്നതിനെ ഇപ്പോൾ 2024 ഒരു വോട്ട്, അതായത് കഴിഞ്ഞ 10 വർഷത്തെ പ്രകടനം വിലയിരുത്തിക്കൊണ്ട് വികസനത്തിന്റെ ഉത്തുംഗ ശൃംഖത്തിലേക്ക് ഭാരതത്തെ എത്തിക്കുന്നതിന് വേണ്ടി ഒരു വോട്ട്. അപ്പൊ വികസനം മാത്രമായിരുന്നു, പുരോഗതി മാത്രമായിരുന്നു, സാമ്പത്തിക പുരോഗതി മാത്രമായിരുന്നു, ജനക്ഷേമം മാത്രമായിരുന്നു, പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമായിരുന്നു പ്രചരണത്തിന്റെ പ്രധാന ഘടകം. എന്നാൽ കുറച്ചു കഴിഞ്ഞ് നമ്പർ 370 എന്ന നമ്പർ BJP സ്വയം പറയുമ്പോൾ അതിലേക്ക് എത്തി നിൽക്കണമെങ്കിൽ വൈകാരികമായ ഒരു അനുഭവം കൂടി വേണമല്ലോ. അതുകൊണ്ടാണ് ഒരുപക്ഷെ പോളറൈസേഷന്റെ, ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയം പിന്നീട് 1-ാം ഘട്ടത്തിന് ശേഷം കടന്നു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇതിനെ ദർശിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തെ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രംഗത്തെ നിരീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി ഒരു ആശയക്കുഴപ്പം ഉണ്ടാകും. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആത്മവിശ്വാസം ഉത്തുംഗ ശ്രേണിയിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ന്യൂനപക്ഷങ്ങളെ ആശങ്കയിലാക്കുന്ന ചില നിഗമനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്? മുസ്ലിം വിരുദ്ധത എന്തിന് പ്രകടമായി പറയുന്നു എന്ന ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഈ നമ്പേഴ്സിനെ കുറിച്ചൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയതിൽ BJPക്ക് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും പങ്കുണ്ട്. അദ്ദേഹത്തിന്റെ പ്രചരണത്തിന്റെ പിച്ച് ആദ്യം മുതൽ അവസാനം വരെ ഒരുപോലെ ആയിരുന്നു എങ്കിൽ ഇതിൽ ആശയക്കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. ഒരുപക്ഷെ ജനം വിശ്വസിക്കുമായിരുന്നു. ഒരുപക്ഷെ BJPക്ക് 370 സീറ്റ് ലഭിക്കുമെന്ന ആത്മവിശ്വാസം പ്രധാനമന്ത്രിക്കുണ്ട് എന്ന് ജനം വിശ്വസിക്കുമായിരുന്നു. ഇപ്പോൾ ആ ഒരു വിശ്വാസത്തിനാണ് ചെറിയ തോതിലെങ്കിലും ഭ്രംശം തട്ടിയത്. ഇനി യാഥാർത്ഥ്യത്തിലേക്ക് വരൂ. എന്തുകൊണ്ടാണ് ഇന്ന് നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ 45 മണിക്കൂർ നീളുന്ന ധ്യാനം, അന്ന് വിവേകാനന്ദൻ ധ്യാനം ഇരുന്നത് പോലെ അതേ സ്ഥലത്ത് വിവേകാനന്ദ പാറ കേന്ദ്രീകരിച്ച് 3 ദിവസം, അതായത് ഇന്ന് വൈകിട്ട് തുടങ്ങുന്ന ധ്യാനം 1-ാം തീയതി എക്സിറ്റ് പോൾ ഫലം വരുന്നതിന് തൊട്ട് മുൻപ് അവസാനിപ്പിക്കത്തക്ക രീതിയിൽ ആ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ അതിനകത്തൊരു സിംബോളിക് നേച്ചർ ഉണ്ട്. ഒരുപക്ഷെ ഈ ഭൗതികമായ, ജൈവികമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ, അതിനുപരിയായ ഒരു ദൈവാനുഗ്രഹം കൂടി വേണം. അതുകൊണ്ടായിരിക്കാമല്ലോ മറ്റൊരു കാര്യമുള്ളത്, ഈ ബംഗാളിലെ 9 സീറ്റുകൾ കൂടി നാളെ തെരഞ്ഞെടുപ്പുണ്ട്. വിവേകാനന്ദനും ബംഗാളുമായുള്ള ബന്ധം നമുക്കറിയാം. അത് അവിടെ വലിയ കടുത്ത പോരാട്ടം NDAയും മമതാ ബാനർജിയുമായി നടക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിനെയൊക്കെ സ്വാധീനിക്കുമെന്ന പേടി കുറഞ്ഞപക്ഷം കോൺഗ്രസിനെങ്കിലും ഉണ്ട്. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും കൊടുത്തു കഴിഞ്ഞു. അത് സ്വാഭാവികമാണ്. കോൺഗ്രസിന് ആ പേടി ഉണ്ടാവണം. കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും, ഇത് കോൺഗ്രസിനല്ല, തൃണമൂൽ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടകളെന്ന് ആ പാർട്ടി കരുതുന്ന ബംഗാളിലെ കൽക്കത്തയുടെ ചുറ്റുമുള്ള 8 മണ്ഡലങ്ങളിലാണ്
ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ളത്. ജൂൺ 1-ാം തീയതി വോട്ടെടുപ്പ് നടക്കാനുള്ളത്. ആ ഭാഗത്ത് വിവേകാനന്ദന്റെ സ്വാധീനം വളരെ, ആ ഒരു നെയിം നൽകുന്ന സ്വാധീനം. അപ്പൊ അതിന്റെ നേരവകാശിയാകുന്നതിന്, ആ ഗുഡ്വില്ലിന്റെ, വിവേകാനന്ദ ഫോളോവേഴ്സിന്റെ ഗുഡ്വില്ലിന്റെ നേരവകാശിയാക്കാനുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ ശ്രമം തീർച്ചയായും അങ്കലാപ്പുണ്ടാക്കുക കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും തന്നെയാണ്. അത് അവസാന ലാപ്പിൽ 8 സീറ്റെങ്കിൽ 8 സീറ്റ്, അതിൽ പോലും ഒരു കോംപ്രമൈസ് ഇല്ല എന്നതാണ്. അത് മാത്രമല്ല, തെക്കേ ഇന്ത്യ മോദിയുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യം മുതൽ, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തെക്കേ ഇന്ത്യ പിടിക്കണം, അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ ഒരു സാന്നിധ്യം അറിയിക്കണം, ശക്തമായ സാന്നിധ്യം അറിയിക്കണം എന്ന ഒരു ചിന്ത മോദിയുടെ മനസ്സിലുണ്ടായിരുന്നു. കാരണം നോക്കൂ, തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും റെക്കോർഡ് നമ്പർ സന്ദർശനങ്ങളാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ്. അത് മാത്രമല്ല, കേരളത്തിൽ നിന്ന് ഒരു 2 സീറ്റെങ്കിലും, തമിഴ്നാട്ടിൽ നിന്ന് 2-3 സീറ്റുകളൊക്കെ നേടി മാത്രമേ ഒരു ജെനുവിൻ പാൻ ഇന്ത്യ പ്രതിച്ഛായ തെക്കേ ഇന്ത്യയിൽ ഉൾപ്പെടെ, അത് തമിഴകം എന്ന് പറയുന്ന പ്രാചീന തമിഴകത്തിന്റെ ഭാഗമാണല്ലോ തമിഴ്നാടും കേരളവും, അതുൾപ്പെടെ പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇന്ത്യയുടെ ഒരു ദേശീയ ഭൂരിപക്ഷം ലഭിക്കും എങ്കിൽ പോലും അംഗീകാരത്തിന്റെ ഒരു ചെറിയ കുറവ് വരും എന്ന ഒരു ചിന്ത. അതിൽ നിന്നുകൊണ്ട് കൂടെയാണല്ലോ ഈ പുതിയ പാർലമെന്റിന്റെ രൂപീകരണ സമയത്തെ തമിഴ്നാട്ടിന്റെ ചോള സാമ്രാജ്യത്തിന്റെ ഒരു ചിഹ്നമായിരുന്ന ചെങ്കോൽ ഉൾപ്പെടെ പാർലമെന്റിൽ പ്രദർശിപ്പിക്കാൻ തീരുമാനിക്കുന്നതും തമിഴ്നാട്ടിലെ സന്യാസിമാരെ അവരുടെ സാന്നിധ്യത്തിൽ ആ ചടങ്ങ് നടക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നിൽ ഒരു വലിയ തമിഴ്നാടിനോടുള്ള പ്രത്യേക ഒരു കരുതൽ, അല്ലെങ്കിൽ പ്രത്യേക ഒരു തമിഴ്നാട്ടിൽ സാന്നിധ്യമാവണം എന്നൊരു ചിന്ത അവിടെ പ്രകടമാണ്. അതുകൊണ്ടായിരിക്കണം ഈ അവസാനം കഴിഞ്ഞ പ്രാവശ്യം കേദാർനാഥിൽ, അത് ഗുഹാമുഖത്ത്, ഒരു ഗുഹയൊന്നുമല്ല, പക്ഷെ ഒരു ഗുഹ പോലെയുള്ള ഒരു സ്ട്രക്ചറാണ്, ആ കല്ലുകളുടെ ഇടയിൽ നല്ല ഒന്നാന്തരം ഫോട്ടോ ഓപ്പർച്യൂണിറ്റി, ധ്യാനനിരക്തനായിരിക്കുന്ന മോദിയുടെ ചിത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അത് തെരഞ്ഞെടുപ്പിന്റെ തന്നെ ചിത്രമായി വന്നതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ പൊതുചിത്രമായി വരുന്നത് ഏതാണ്ട് 6 ഘട്ടങ്ങൾ കഴിഞ്ഞുവെങ്കിൽ പോലും, ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് സ്വാധീനിച്ചില്ല എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രമായി വരാൻ പോകുന്നത് ധ്യാനനിരക്തനായി വിവേകാനന്ദ പാറയിൽ ഇരിക്കുന്ന നരേന്ദ്രമോദിയാണ്. അപ്പൊ അത് ഈ വാക്ചിത്രങ്ങൾ നൽകുന്ന ഒരു സന്ദേശമുണ്ട്, ഇന്ത്യക്ക് നൽകുന്ന, ഇന്ത്യയുടെ ജനങ്ങൾക്ക് നൽകുന്ന, ഇത് ആത്മീയ പരിവേഷമുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ. ഇന്ത്യയുടെ ജനങ്ങൾ ഏത് മതമാണെങ്കിലും ആത്മീയതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനതയാണ്. അതുകൊണ്ട് ആ ഒരു ഭരണകർത്താവിന് ഒരു ആത്മീയ മുഖം ഉണ്ടാകണം, മതത്തിനുപരിയായി തന്നെ ഒരു ആത്മീയ മുഖം ഉണ്ടാകണം എന്ന ചിന്ത കൂടെ ഇതിൽ അന്തർലീനമായിരിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. അത് ക്രെഡിബിലിറ്റിക്കും വിശ്വാസ്യതയ്ക്കും അത്യാവശ്യമായതുകൊണ്ടാവണം മോദി ഇങ്ങനൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഒന്ന് തുടരുക സർ, ദയവായി.